ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആസ്കി വാല്യൂസ് അല്ലെങ്കിൽ ആസ്കി കോഡിനെ പറ്റിയാണ്. ഇത് ആക്ച്വലി സിലബസിലുള്ള പോർഷൻ അല്ല, ഇത് ജനറൽ ഇൻഫർമേഷന് വേണ്ടി പറയുന്നതാണ്. നമ്മൾ പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ ഈ ആസ്കി വാല്യൂസിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് എന്താണ് ആസ്കി വാല്യൂ എന്ന് ആലോചിച്ചിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴേ ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നെ ആസ്കി വാല്യൂസിനെ പറ്റി ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ആസ്കി ഇവിടെ എഴുതിയിട്ടുള്ള ASCII എന്ന് പറയുന്നത് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് ആസ്കി എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫുൾ ഫോം ASCII, ഇതിൻ്റെ ഫുൾ ഫോം എന്തെന്നാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇത് ആക്ച്വലി ഒരു സ്റ്റാൻഡേർഡാണ്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും എല്ലാ സോഫ്റ്റ്വെയർസും എല്ലാ ആപ്ലിക്കേഷൻസും എല്ലാ കമ്പ്യൂട്ടേഴ്സും ഫോളോ ചെയ്യേണ്ട ഒരു സ്റ്റാൻഡേർഡാണ് ഈ ആസ്കി വാല്യൂസ് അല്ലെങ്കിൽ ആസ്കി കോഡ് എന്ന് പറയുന്നത്. ഇത് സംഭവം എന്തെന്ന് വെച്ചാൽ യൂണിവേഴ്സലി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സിനെ ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് എന്ന പേരിൽ ഒരു 128 ക്യാരക്ടേഴ്സിനെ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഈ ക്യാരക്ടേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യണം. ഈ ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചാണ് കോഡ് എഴുതുന്നതും കാര്യങ്ങളുമൊക്കെ. നമ്മുടെ ആപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയർസും എല്ലാം ബിൽഡ് ചെയ്തിരിക്കുന്ന ഈ കോഡിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്, ഈ ആസ്കി വാല്യൂസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. നമ്മുടെ കമ്പ്യൂട്ടറിലെ കീബോർഡും ഈ ആസ്കി വാല്യൂസിനെ ബേസ് ചെയ്താണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കാണിക്കുകയാണെങ്കിൽ ഇവർ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ക്യാരക്ടേഴ്സിനെ, ഞാൻ നേരത്തെ പറഞ്ഞു 128 ക്യാരക്ടേഴ്സിനെ യൂണിവേഴ്സലി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ ഓരോ ക്യാരക്ടേഴ്സിനെ ഓരോ ആസ്കി വാല്യൂസ്, അതായത് ഓരോ നമ്പേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പേഴ്സ് ബേസ് ചെയ്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും സോഫ്റ്റ്വെയർസും എല്ലാം ആ ക്യാരക്ടറിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കീബോർഡിൽ A എന്ന് പറയുന്ന ആൽഫാബറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് റീഡ് ചെയ്യുന്നത് A എന്ന ആൽഫാബറ്റ് എന്ന രീതിയിലായിരിക്കത്തില്ല, പകരം ആസ്കി വാല്യൂയിലായിരിക്കും അത് കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം ഞാൻ ഓരോ നമ്പേഴ്സ് 0 സ്റ്റാർട്ട് ചെയ്ത് 127 വരെ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ നമ്പേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ക്യാരക്ടേഴ്സും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ക്യാപിറ്റൽ ABCD ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡെസിമൽ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ആസ്കി കോഡാണ്. ഇവിടെ 65 എന്ന വാല്യൂ ആണ് A എന്ന ക്യാരക്ടറിന് അസൈൻ ചെയ്തിരിക്കുന്നത്. ക്യാപിറ്റൽ ലെറ്റർ Aക്ക് 65 എന്ന നമ്പർ എന്ന വാല്യൂ ആണ് അസൈൻ ചെയ്തിരിക്കുന്നത്. അത് ആസ്കി വാല്യൂ എന്നാണ് പറയുന്നത്. നമ്മൾ കീബോർഡിൽ ക്യാപിറ്റൽ A ടൈപ്പ് ചെയ്യുമ്പോൾ ആക്ച്വലി ഈ 65 എന്ന് പറയുന്ന നമ്പറാണ് റീഡ് ചെയ്യുന്നത്. അതാണ് ആസ്കി വാല്യൂ. ആക്ച്വലി 65 അല്ല, അതിൻ്റെ ബൈനറി നമ്പറാണ്. 65നെ 0 ആൻഡ് 1 ഉപയോഗിച്ചുള്ള ആ ബൈനറി സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ നമ്പറാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ കീബോർഡിൽ ക്യാപിറ്റൽ A എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ 65 എന്ന് പറയുന്ന നമ്പറാണ് റീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആൽഫാബെറ്റ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആൽഫാബെറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ സ്മോൾ ലെറ്റേഴ്സ് ആൽഫാബെറ്റ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്മോൾ ലെറ്റർ A സ്റ്റാർട്ട് ചെയ്യുന്നത് 97-ലാണ്. അതുപോലെ തന്നെ ഡിജിറ്റ്സിനും അവർ ഓരോ ആസ്കി വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 0, 1, 2, 3, 4 ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 0 എന്ന നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആക്ച്വലി റീഡ് ചെയ്യുന്നത് 48 എന്ന ആസ്കി വാല്യൂ ആണ്. അതായത് 0 എന്ന നമ്പറിനെ കമ്പ്യൂട്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 48 എന്ന ആസ്കി നമ്പർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 0 എന്ന് പറയുന്ന ആസ്കി വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു നൾ ക്യാരക്ടറിനെയാണ്. അതായത് ക്യാരക്ടർ ഇല്ല എന്ന മീനിങ് ആണ്. നൾ ക്യാരക്ടറിനെയാണ് 0 എന്ന ആസ്കി വാല്യൂ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേസമയം 127 എന്ന ആസ്കി വാല്യൂ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡെൽ എന്ന് പറയുന്ന കീയാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കീബോർഡിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഓരോ പർട്ടിക്കുലർ ആസ്കി വാല്യൂ കൊടുക്കുന്നതനുസരിച്ച്. ഇപ്പോൾ സ്പേസിനാണെങ്കിൽ 32 എന്ന ആസ്കി വാല്യൂ ആണ് അസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എസ്കേപ്പ്, ആ കീ ആണെങ്കിൽ 27 എന്ന ആസ്കി വാല്യൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷിഫ്റ്റ് ബട്ടണൊക്കെ ഉണ്ട്. പിന്നെ വെർട്ടിക്കൽ ടാബ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലായിട്ടുള്ള കുറച്ച് സ്പേസ് വിടാനുള്ള, അതിനെയാണ് വെർട്ടിക്കൽ ടാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഒരു ആസ്കി വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ടാബ്, ഈ ഹൊറിസോണ്ടൽ ടാബ് നമ്മുടെ കീബോർഡിലെ ടാബ് ബട്ടൺ ഉണ്ട്, അതാണ് ഈ ഹൊറിസോണ്ടൽ ടാബ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ നമ്മുടെ കീബോർഡിലെ ടാബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആക്ച്വലി നടക്കുന്നത് എന്തെന്ന് വെച്ചാൽ 8 സ്പേസ് ബാർ, അതായത് 8 സ്പേസിനുള്ള അത്രത്തോളം ഗ്യാപ്പ് അത് ക്രിയേറ്റ് ചെയ്യും. അതാണ് ഈ ടാബ് ഒന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഹൊറിസോണ്ടൽ ടാബിന് ഒരു ആസ്കി വാല്യൂ 9 എന്ന ആസ്കി വാല്യൂ ഉണ്ട്. അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സും നമ്മുടെ C++, അല്ലെങ്കിൽ ജാവ അല്ലെങ്കിൽ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും റെക്കഗ്നൈസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് ഓരോ ആസ്കി വാല്യൂസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഓരോ ആസ്കി വാല്യൂസ് അസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ആസ്കി വാല്യൂ ഉപയോഗിച്ചാണ്
കമ്പ്യൂട്ടേഴ്സ് ഈ ക്യാരക്ടേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു 3 സെറ്റ് ഓഫ് വാല്യൂസ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ക്യാപിറ്റൽ ലെറ്റർ എ ടു ഇസഡിനെ 65 മുതൽ 90 വരെയുള്ള ആസ്കി വാല്യൂസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഇത് വെച്ചിട്ടാണ്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എക്ക് 65 സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ABCD വന്ന് ഇസഡ് എന്ന് പറയുമ്പോൾ 90 എന്ന് പറയുന്ന ആസ്കി വാല്യൂവിൽ എൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എ ടു ഇസഡിനെ 65 മുതൽ 90 വരെയുള്ള ആസ്കി വാല്യൂ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സ്മോൾ ലെറ്റർ എ ടു ഇസഡിനെ 97 മുതൽ 122 എന്ന ആസ്കി വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നു. 0 to 9 ഡിജിറ്റ്സ് 0 to 9 ആണെങ്കിൽ 48 to 57 വരെയുള്ള ആസ്കി വാല്യൂസ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ കീബോർഡിൽ 0 എന്ന നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കമ്പ്യൂട്ടർ റീഡ് ചെയ്യുന്ന ആക്ച്വലി 48 എന്ന് പറയുന്ന ആസ്കി വാല്യൂ ആയിരിക്കും. അത് വെച്ചിട്ടായിരിക്കും കമ്പ്യൂട്ടർ റെക്കഗ്നൈസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ടേബിളിലുള്ള വാല്യൂസ് ഒന്നും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ബാക്ക് സ്പേസിൻ്റെ ആസ്കി വാല്യൂ എത്രയാണ് എന്നൊന്നും നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട സ്പേസിൻ്റെ ആസ്കി വാല്യൂ എന്താണ് എന്നൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു 3 സെറ്റ് ഓഫ് വാല്യൂസ് ഒന്ന് ഓർത്തിരിക്കുക. ചിലപ്പം ആവശ്യം വരും. ഈ എയുടെ ആസ്കി വാല്യൂ എന്താണ്, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ സിയുടെ ആസ്കി വാല്യൂ എന്താണെന്നൊന്നും എക്സാമിന് ചോദിക്കത്തില്ല. പക്ഷേ ഈ ഒരു കാര്യം, ഈ ഒരു സംഭവം എന്താണ് എന്നും ഈ സ്റ്റാൻഡേർഡ് എന്താണ് എന്നും മനസ്സിലാക്കി വെച്ചേക്കുക. കാരണം നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ ഈ ആസ്കി വാല്യൂസ് ഉപയോഗിച്ചുള്ള പ്രോഗ്രാംസും വരും. അപ്പോൾ ആ സമയത്ത് എന്താണ് ആസ്കി വാല്യൂ എന്ന് വിചാരിച്ചിരിക്കാൻ പാടില്ല. ഇപ്പം ആസ്കി എന്ന് പറയുന്നത് നമ്മൾ ASCII എന്ന് പറയുന്ന ആ ഷോർട്ട് ഫോം, അതിനെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യണ ആസ്കി എന്നാണ്, ഇങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അമേരിക്കയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് ആക്ച്വലി നമ്മുടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെലിഗ്രാഫ് എന്ന് പറയുന്ന സംഭവത്തിന്, അതായത് ഷോർട്ട് മെസ്സേജസ് പാസ് ചെയ്യാൻ വേണ്ടി പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെക്നോളജിയാണ് ടെലിഗ്രാഫ് എന്നുള്ളത്. അതിനെ ഇമ്പ്രൂവ് ചെയ്ത് അവർ ഡിഫൈൻ ചെയ്തെടുത്ത ഒരു സ്റ്റാൻഡേർഡാണ് ഈ ആസ്കി കോഡ് അല്ലെങ്കിൽ ആസ്കി വാല്യൂസ് എന്നുള്ളത്. ഇത് നമ്മുടെ സോഫ്റ്റ്വെയർസും ആപ്ലിക്കേഷൻസും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ് ഈ ആസ്കി വാല്യൂസ്. ഇതിനെ ബേസ് ചെയ്താണ് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇത് സിലബസിലുള്ളതല്ല, ജനറൽ ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞതാണ്. നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ ഇതിനെ പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ കാണും. അപ്പോൾ ആ സമയത്ത് എന്താണ് ആസ്കി വാല്യൂ എന്ന് നമ്മൾ ആലോചിച്ചിരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നെ ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം. താങ്ക് യു.